കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെരുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം. ഇത് ദൈവത്തിന് നമ്മോടുള്ള ഒരു വാഗ്ദാനമാണ്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ നാമം മഹത്വപ്പെടേണ്ടതിന് അത് മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയുന്നവർക്കുള്ള പ്രതിഫലമാണ് ഈ വാഗ്ദാനം. നമ്മുടെ സുഹൃത്തുക്കളുടെ മുൻപിൽ, നമ്മുടെ ബന്ധുക്കളുടെ മുൻപിൽ, കൂടെ ചെയ്യുന്ന സഹപ്രവർത്തകരുടെ മുൻപിൽ അവിടുത്തെ നാമം പരസ്യമായി ഏറ്റുപറയുന്നവർക്ക് കർത്താവ് വലിയ വില കൽപ്പിച്ചിരിക്കുന്നു. ദൈവവചനത്തിന്റെ പരസ്യമായ ഒരു ഏറ്റുപറച്ചിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ നിങ്ങളെയും ഞാൻ ഏറ്റുപറയും എന്നുള്ള വാഗ്ദാനമാണ് അതിനുള്ള പ്രതിഫലം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മുടെ ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി ടീം മിഖായേൽ. എൻ്റെ പേര് മിനി റെനീഷ് ഓണാട്ട്, സെൻറ് മേരീസ് ചർച്ച് മരഞ്ചാട്ടി. മിനി ബെന്നി, സെൻറ് മേരീസ് ചർച്ച് മരഞ്ചാട്ടി. മരഞ്ചാട്ടി ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ അടുത്ത ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. ലിസി ജോൺസൺ, സെന്റ് മേരീസ് പന്തല്ലൂർ ചർച്ച്. സാലി ജോർജ്, സെന്റ് മേരീസ് ചർച്ച് പന്തല്ലൂർ. ടീം റാഫേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. എൻ്റെ പേര് മേഴ്സി ജോസ്, സെന്റ് ജോസഫ് ചർച്ച് മഞ്ചേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ജിൻസി എബ്രഹാം, മഞ്ചേരി സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു. ടീം ഗബ്രിയേലിനെയും അവരുടെ സപ്പോർട്ടിംഗ് ടീമിനെയും കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂന്ന് ടീമുകളും വളരെ ആവേശപൂർവ്വം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനെയാണ്. ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട അജി അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ട് മത്സരങ്ങളിലെ വിജയത്തിന് ശേഷം മൂന്നാം മത്സരം വിജയിക്കുവാനായി വന്നിരിക്കുന്ന മൂന്ന് ടീമുകൾക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതവും അതോടൊപ്പം വിജയാശംസകളും. മൂന്ന് ടീമുകളും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പക്ഷേ അടുത്ത റൗണ്ടിലേക്ക് രണ്ട് ടീമുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഒരു ടീം ഇന്ന് ഇവിടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വരും. ആദ്യ റൗണ്ട് വചനം തിരുവചനം റൗണ്ടാണ്. ഓരോ ടീമിനോടും ഓരോ ചോദ്യങ്ങൾ. ശരി ഉത്തരത്തിന് 30 മാർക്കുകൾ. തെറ്റായ ഉത്തരം പറഞ്ഞാൽ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ 20 മാർക്കുകൾ ലഭിക്കുന്നതാണ്. ഈ റൗണ്ടിൽ പാസിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഓരോ ചോദ്യത്തിനും 30 സെക്കൻഡുകൾ മാത്രമാണ് സമയം. ആദ്യ ചോദ്യം ടീം മിഖായേലിനോട്. ശ്രദ്ധിക്കുക. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രാഹമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുസരിക്കും. അബ്രാഹം അവനോട് മറുപടി പറഞ്ഞു. ഞാൻ 3 ഓപ്ഷൻസ് നൽകാം. ശരിയായ ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓപ്ഷൻ എ
മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഓപ്ഷൻ ബി, മോശ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഓപ്ഷൻ സി, നിയമവും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാലും അവർക്ക് ബോധ്യമാവുകയില്ല. ശരിയായ ഉത്തരം പറയും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ടീം മിഖായൽ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. 30 മാർക്കുകൾ ലഭിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോട്. ശ്രദ്ധിക്കുക. ചുങ്കക്കാരന്റെ പ്രാർത്ഥന. ഫരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് ചെന്നു. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു, ഫരിസേനും പ്രാർത്ഥിച്ചു. എന്നാൽ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് കൂടുതൽ മനോഹരമായത്, ഹൃദ്യമായത്. ചുങ്കക്കാരന്റെ പ്രാർത്ഥന എങ്ങനെ ഉള്ളതായിരുന്നു? എന്തായിരുന്നു ചുങ്കക്കാരന്റെ പ്രാർത്ഥന? ഓപ്ഷൻസ്: ദൈവമേ, ഞാൻ പാപിയാണ്, എന്നിൽ കനിയണം. ഓപ്ഷൻ ബി, ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ഓപ്ഷൻ സി, ദൈവമേ, എന്നിൽ കനിയണമേ, ഞാൻ പാപിയാണ്. ഓപ്ഷൻ ബി. ഏതാണിത്? പറയൂ. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ. ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ ശരിയായ ഉത്തരമാണ്. ടീം റാഫേലിനും 30 മാർക്കുകൾ ലഭിക്കും. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു അധികാരി അവനോട് ചോദിച്ചു. അധികാരി എന്താണ് ചോദിച്ചത് എന്നുള്ളതാണ് ചോദ്യം. 3 ഓപ്ഷൻസ്. ഓപ്ഷൻ എ, നിത്യജീവൻ അവകാശമാക്കാൻ നല്ലവനായ ഗുരു ഞാൻ എന്ത് ചെയ്യണം? ഓപ്ഷൻ ബി, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഓപ്ഷൻ സി, ഗുരു, നിത്യജീവൻ അവകാശമാക്കുന്നതിനായി എന്തു നന്മയാണ് ഞാൻ ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. പറഞ്ഞോളൂ. നല്ലവനായ ഗുരു, ആ. നിത്യജീവൻ അവകാശമാക്കാൻ ആ. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്തു ചെയ്യണം? ഓപ്ഷൻ ബി നിങ്ങൾ പറഞ്ഞത് ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിനും 30 മാർക്കുകൾ ലഭിക്കുന്നു. വചനം തിരുവചനം റൗണ്ടിൽ 3 ടീമുകൾക്കും മാർക്കുകൾ ലഭിച്ചിട്ടുണ്ട്. 3 ടീമുകളെയും അഭിനന്ദിക്കുന്നു. ശരിയായ സ്കോർ അറിയുന്നതിനായി ജോസ്മിയിലേക്ക്. വചനം തിരുവചനം റൗണ്ട് അവസാനിക്കുമ്പോൾ 3 ടീമുകളും 30 പോയിന്റുകൾ വീതമാണ് നേടിയിരിക്കുന്നത്. രണ്ടാം റൗണ്ട് വിഷ്വൽ റൗണ്ട്. 3 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും 10 മാർക്കുകൾ വീതം. 3ഉം ശരി ഉത്തരം പറഞ്ഞാൽ ടീമുകൾക്ക് 30 മാർക്കുകൾ സമ്പാദിക്കാം. എന്നാൽ തെറ്റായ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്കുകൾ വീതം നഷ്ടമാകും. മൈനസ് മാർക്കുള്ള റൗണ്ടാണിത്. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ശരിയായ ഉത്തരം പറഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ മൈനസ് മാർക്കുകൾ ഒഴിവാക്കുന്നതാണ്. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. 30 സെക്കൻഡുകളാണ് നിങ്ങൾക്കുള്ള സമയം. വിഷ്വൽ ശ്രദ്ധിക്കുക. That's the tax collector! Hurry down, Zacchaeus. For I must stay in your house today. My house? I want to stay in his house. Zacchaeus, no, Jesus. But rich, friend, rich. Oh, yes, it is. Yes, excellent. വിഷ്വൽ വളരെ വ്യക്തമാണ്. ഏതാണ് ആ ദൃശ്യം എന്ന് പറയണം. ഏത് പുസ്തകത്തിൽ, ഏത് അധ്യായം? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 10 മാർക്കുകൾ നൽകുകയുള്ളൂ. 19-ാം അധ്യായം. വിശുദ്ധ ലൂക്കായുടെ 19-ാം അധ്യായം. എന്താണ് സംഭവം? സക്കേവുസിന്റെ ഭവനത്തിൽ. സക്കേവുസിന്റെ ഭവനത്തിലേക്ക് എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത്? ജെറിക്കോയിൽ. മരക്കൊമ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നു. ഉത്തരം ശരിയാണ്. ടീം റാഫേലിന്
10 മാർക്കുകൾ നൽകും. രണ്ടാമത്തെ ചോദ്യം. യേശു ഈ സിക്കമൂർ മരത്തിന്റെ ചുവട്ടിൽ എത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഞാൻ ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻ എ, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു, വേഗം ഇറങ്ങി വരിക. ഓപ്ഷൻ ബി, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഓപ്ഷൻ സി, സക്കേവൂസ് ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ താമസിക്കാൻ വരികയാണ്, വേഗം ഇറങ്ങി വരിക. ഓപ്ഷൻ ബി, പറഞ്ഞോളൂ. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ടീം റാഫേലിന് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. യേശു സക്കേവൂസിന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുന്നത് കണ്ടപ്പോൾ മറ്റു ചിലർ പിറുപിറുത്തു, ഇവനൊരു പാപിയുടെ വീട്ടിൽ അതിഥിയായി വന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു. എന്താണ് സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞത്? ഓപ്ഷൻ ഇല്ല. കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ദരിദ്രർക്ക് കൊടുക്കുന്നു. വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കും. ടീം റാഫേലിന് 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. 30 മാർക്കുകൾ ടീം റാഫേൽ നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. Tarry ye here and watch with me. Nevertheless, not my will, but thine be done. വിഷ്വൽ വളരെ ക്ലിയറാണ്, കൃത്യത ഉള്ള വിഷ്വലാണ്. ഏതാണെന്ന് പറയുക, ഏത് പുസ്തകത്തിൽ, അധ്യായം. ഇത് മൂന്നും പറയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് 10 മാർക്കുകൾ ലഭിക്കുകയുള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം. ഏതാണ് സംഭവം? ഈശോ ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. യേശു ഗത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന രംഗമാണ് അവിടെ കണ്ടത്. 22-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം. 10 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ടീം ഗബ്രിയേലിന് 10 മാർക്കുകൾ. അവിടെ യേശുവിന്റെ പ്രാർത്ഥന സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു യേശുവിന്റെ പ്രാർത്ഥന? ഓപ്ഷൻ എ, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഓപ്ഷൻ ബി, പിതാവേ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും അവിടുത്തെ ഹിതം നിറവേറട്ടെ. ഓപ്ഷൻ സി, പിതാവേ, ഈ കാസ എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ, പറഞ്ഞോളൂ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. ശരിയായ ഉത്തരമാണ്. ടീം ഗബ്രിയേലിന് വീണ്ടും 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. ഈ ഗത്സമൻ സംഭവത്തിൽ അതിന്റെ ഏറ്റവും അവസാനം യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത്? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേ. ഒരു വചനഭാഗം കൂടി അവിടെ വരാനുണ്ട്. യെസ്, സപ്പോർട്ടിംഗ് ടീമിലേക്ക്.
നിങ്ങൾ ഉറങ്ങുകയാണോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. യെസ്, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് ഉത്തരം ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മൈനസ് മാർക്ക് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ 3 മാർക്കുകൾ കൂടി നൽകുകയാണ്. ടീം ഗബ്രിയേലിന് 3 മാർക്കുകൾ ലഭിക്കും. അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. വിഷ്വൽ ശ്രദ്ധിക്കുക. The truth about God's will for man. Tell us, is it against our law for us to pay taxes to the Roman emperor or not? Careful, Lord! He'll try to trick you! Show me a silver coin. Whose face and name are these on it? Caesar! Then render unto Caesar the things that are Caesar's, and to God the things that are God's. വിഷ്വൽ വളരെ കൃത്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതേതാണെന്ന് പറയുക. അതോടൊപ്പം തന്നെ അധ്യായമേത്, പുസ്തകമേത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം. ഏതാണ് സംഭവം? സീസറിന് നികുതി കൊടുക്കണോ വേണ്ടയോന്ന്. യെസ്, സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ്. അതിന് യേശു നൽകുന്ന മറുപടിയൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. കൃത്യമായി നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ടീം മിഖായലിന് ലഭിക്കുന്നു 10 മാർക്കുകൾ. ടീം മിഖായലിനോടുള്ള 2ാമത്തെ ചോദ്യം. യേശു ചോദിക്കുന്നു, ഒരു നാണയം എന്നെ കാണിക്കുവിൻ. അവര് ഒരു ദനാറ എടുത്ത് കൊടുത്തു. ദനാറ കണ്ടതിന് ശേഷം യേശു അവരോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഓപ്ഷൻസ് നൽകാം. ഓപ്ഷൻ എ, ദൈവത്തിനുള്ളത് ദൈവത്തിനും, സീസറിനുള്ളത് സീസറിനും കൊടുക്കുവിൻ. ഓപ്ഷൻ ബി, എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കും. ഓപ്ഷൻ സി, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവിൻ, സീസറിനുള്ളത് സീസറിനും. എങ്കിൽ ബി, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും. ഉത്തരം ശരിയാണ്. ടീം മിഖായൽ 10 മാർക്കുകൾ കൂടി നേടുന്നു. 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. യേശുവിനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, യേശുവിനോട് ചോദിക്കുന്നത്. അല്ലാതെ അവർക്ക് സംശയമുണ്ടായിട്ടല്ല. ഈ ചോദ്യം ചോദിച്ച് യേശുവിനെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി യേശുവിൻ്റെ അടുത്തേക്ക് ആരെയാണ് അയച്ചത്, അല്ലെങ്കിൽ ആരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? അതാരാണ് എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച്. നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ. ഉത്തരം ശരിയാണ്. ടീം മിഖായലിന് 10 മാർക്കുകൾ കൂടി ലഭിക്കുന്നു. അങ്ങനെ ഈ റൗണ്ടിൽ ടീം മിഖായൽ 30 മാർക്കുകൾ നേടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. വചനം തിരുവചനം റൗണ്ടും വിഷ്വൽ റൗണ്ടും അവസാനിക്കുമ്പോൾ ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്ന പോയിന്റുകൾ എത്രയാണ് എന്ന് അറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. ടീം മിഖായേൽ 60 പോയിന്റ്സ്, ടീം റാഫേൽ 60 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 53 പോയിന്റ്സ്. 2 റൗണ്ടുകൾ വേഗത്തിൽ കഴിഞ്ഞിരിക്കുന്നു. 3ാം റൗണ്ട് റാപ്പിഡ് റൗണ്ടാണ്. റാപ്പിഡ് റൗണ്ടിൽ ഓരോ ടീമിനും 1 മിനിറ്റ് നൽകുന്നതാണ്. 1 മിനിറ്റ് സമയം. 1 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഒരു ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞാൽ 5 മാർക്കുകൾ. അങ്ങനെ എത്ര ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോ അത്രയും മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തെറ്റ് പറയാനുള്ള അനുവാദം അല്ലെങ്കിൽ പാസ് ചെയ്യാനുള്ള അനുവാദം ആകെ 3 എണ്ണം മാത്രമായിരിക്കും. പാസും തെറ്റും ഉൾപ്പെടെ 3 ആയിക്കഴിഞ്ഞാൽ
പിന്നീട് ചോദ്യം ചോദിക്കുന്നതല്ല, സമയം ബാക്കി ഉണ്ടെങ്കിൽ കൂടിയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഉത്തരങ്ങൾ പറയുക. തീർത്തും ഉത്തരം അറിയില്ലെങ്കിൽ പാസ് പറഞ്ഞ് സമയം സേവ് ചെയ്യുക. പക്ഷേ 3 എത്തിക്കഴിഞ്ഞാൽ, തെറ്റും പാസും ഉൾപ്പെടെ 3 എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസരം നഷ്ടമാകുന്നതാണ്. പക്ഷെ അതിനുള്ളിൽ പറഞ്ഞ ഉത്തരങ്ങൾക്ക് മാർക്ക് നൽകുന്നതുമാണ്. ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. ടീം ഗബ്രിയലിന്റെ സമയം ആരംഭിക്കുന്നു. ഗെറ്റ് റെഡി. ജെറുസലേം മുതൽ ഇല്ലിറിക്കോൺ വരെ റോമ സാമ്രാജ്യത്തിന്റെ ഏത് ഭാഗമാണ് അവരുടെ വിഭജനം അനുസരിച്ച്? കിഴക്ക് ഭാഗം. ശരിയായ ഉത്തരമാണ്. അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് പൂരിപ്പിക്കുക. നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. തെറ്റായ ഉത്തരമാണ്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം ഡാഷും ലോകത്തിൽ പ്രവേശിച്ചു. മരണം. ശരിയായ ഉത്തരമാണ്. ഐറിൻ ചക്രവർത്തിനി വിളിച്ചുകൂട്ടിയ സാർവത്രിക സൂനകദോസ് ഏത്? രണ്ടാം നിക്കാസുനാദോസ്. ശരിയായ ഉത്തരമാണ്. ശരിയായ ഉത്തരം. ആദ് ജന്തസ് എന്ന ലത്തീൻ വാക്കിന്റെ അർത്ഥം എന്ത്? പാസ്. ദൈവവചന ഞായർ ആചരിക്കണമെന്ന് നിർദ്ദേശിച്ച അപ്പസ്തോലിക ലേഖനത്തിന്റെ പേര്? അപ്പരിയുത്തില്ലിസ്. ശരിയായ ഉത്തരമാണ്. ഫെർണാണ്ടോ ഡി ഹാരോ. യെസ്. ടീം ഗബ്രിയൽ റാപ്പിഡ് റൗണ്ടിൽ 4 ശരി ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് 20 മാർക്കുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയലിന് അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ടിലെ അടുത്ത ചോദ്യം ടീം മിഖായലിനോടാണ്. ശ്രദ്ധിക്കുക. യെസ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആദ്യമായി പുൽക്കൂട് നിർമ്മിച്ച സ്ഥലം ഏത് പട്ടണത്തിലാണ്? വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ്? 2ാമത്തെ. ശരിയായ ഉത്തരമാണ്. ഫിലിപ്പിയെ ലേഖനം എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന കാലഘട്ടം? പാസ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ പൂരിപ്പിക്കുക. എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ശരിയായ ഉത്തരമാണ്. നോസ്തോ എത്താത്തെ എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം എന്ത്? പാസ്. നിങ്ങളുടെ അവസരം തീർന്നിരിക്കുന്നു. ടീം മിഖായേൽ 2 ശരിയായ ഉത്തരങ്ങൾ നൽകി 10 മാർക്കുകൾ കരസ്ഥമാക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം റാഫേലിനോടാണ്. ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എവിടെ വെച്ചാണ് പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനം എഴുതിയത്? ഗ്രീസിൽ വെച്ച്. തെറ്റായ ഉത്തരമാണ്. ഫിലിപ്പിയർക്കുള്ള ലേഖനം ആദ്യ വാക്യം അനുസരിച്ച് ആരൊക്കെ ചേർന്നാണ് ഈ ലേഖനം എഴുതിയത്? പൗലോസും തിമോഥെയോസും. ശരിയായ ഉത്തരമാണ്. എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് പൂരിപ്പിക്കുക. മുന്നിലുള്ളവരെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ശരിയായ ഉത്തരമാണ്. ദൈവവചന ഞായറായി സഭ ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 29. തെറ്റായ ഉത്തരമാണ്. ഏറ്റവും അവസാനം ദൈവവചന ഞായറാഴ്ച സഭ ആചരിച്ചത് എന്ന്? ഡിസംബർ 29. ശരിയായ ഉത്തരമാണ്. ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ സ്റ്റെല്ല ദ ഇറ്റാലിയ പദവി ലഭിച്ച മലയാളി സിസ്റ്റർ? സിസ്റ്റർ സംഗീത ചെറുവള്ളി. ശരിയായ ഉത്തരമാണ്. ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ട്രിച്ചിയിലെ കപ്പുച്ചൻ സഭാംഗം ആര്? 3 പാസുകൾ വന്നിരിക്കുന്നു. അവസരം തീർന്നിരിക്കുന്നു. 7 ചോദ്യങ്ങളാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത്. അതിൽ 4 ശരിയായിട്ടുണ്ട്. 20 മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. എവിടെ വെച്ചാണ് പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനം എഴുതിയത്? കാരാഗ്രഹത്തിൽ വെച്ചാണ്. കാരാഗ്രഹ ലേഖനത്തിൽ പെട്ടതാണ് ഈ ലേഖനം. മറ്റൊന്ന്, പൗലോസും തിമോഥെയോസും ശരിയാണ്. മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. ദൈവവചന ഞായറായി ആചരിക്കണമെന്ന് സഭ നിർദ്ദേശിച്ചിരിക്കുന്നത് ആരാധനാക്രമ വത്സരത്തിലെ 3ാമത്തെ സാധാരണ ഞായർ. അത് ഓരോ വർഷം മാറി മാറി വരാം, സാധ്യതയുണ്ട്. 3ാമത്തെ സാധാരണ ഞായർ. പക്ഷേ ഏറ്റവും അവസാനമായി സഭ ആചരിച്ചത് ഡിസംബർ 29 തീയതി തന്നെയാണ്. 2019 ഡിസംബർ 29 തീയതിയാണ്. അപ്പോൾ ആ ഉത്തരം ശരിയാണ്. ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ബഹുമതി ലഭിച്ച സിസ്റ്റർ
ശരിയായ ഉത്തരം പറഞ്ഞു. ഏറ്റവും അവസാനം ദേവദാസൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ട്രിച്ചിയിലെ കപ്പൂച്ചൻ സഭാംഗം ഫാദർ ജോൺ പീറ്റർ സബരി നായകം. ജോൺ പീറ്റർ സബരി നായകം, അതാണ് ശരിയായ ഉത്തരം. ടീം റാഫേൽ 20 മാർക്കുകൾ നേടുന്നു. അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ട് പൂർണ്ണമായിരിക്കുന്നു. 3 ടീമുകൾക്കും ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പോയിന്റുകൾ നമുക്കറിയാം. ജോസ്മിയിലേക്ക്. ടീം മിഖായലിന് ലഭിച്ചിരിക്കുന്നത് 70 പോയിന്റ്സ്. ടീം റാഫേൽ 80 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 73 പോയിന്റ്സ്. 4ാം റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്. ഈ റൗണ്ടിൽ ക്വിസ് മാസ്റ്ററുടെ റോൾ വഹിക്കുന്നത് ടീം അംഗങ്ങൾ തന്നെയാണ്. നിങ്ങളാണ് ഈ റൗണ്ടിൽ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അവസരം തന്ന് അമ്പയറുടെ സ്ഥാനത്തേക്ക് ഞാൻ മാറുകയാണ്. ശരി ഉത്തരം പറയുന്ന ടീമുകൾക്ക് ഒരു ചോദ്യത്തിന് 15 മാർക്ക് വീതം, 2 ചോദ്യത്തിന് 30 മാർക്ക്. ഉത്തരം പറഞ്ഞില്ല എങ്കിൽ ചോദിക്കുന്ന ടീമിന് 10 മാർക്ക് വീതം ലഭിക്കും. ചോദിക്കുന്നവർക്കും ചോദ്യം പറയുന്നവർക്കും മാർക്ക് നേടാനുള്ള അവസരമാണ്. തന്നെയുമല്ല, അടുത്ത റൗണ്ടിലേക്ക് ആര് പ്രവേശിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു റൗണ്ട് കൂടിയാണ് സപ്പോർട്ടേഴ്സ് റൗണ്ട്. ഓരോ മാർക്കും പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ 3 പേരുടെയും മാർക്കുകൾ വളരെ അടുത്തടുത്ത് നിൽക്കുന്നു. 70, 80, 73 അടുത്തടുത്താണ് നിൽക്കുന്നത്. ഓരോ പോയിന്റുകളും പ്രധാനപ്പെട്ടതാണ്. സപ്പോർട്ടേഴ്സ് ടീമും വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരിക. എന്നാൽ ആകുലപ്പെടാതിരിക്കുക. ഇവർ ചോദിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ചോദ്യം ആദ്യ ടീമിനോട്, ടീം മിഖായലിനോട്. ടീം മിഖായൽ, നിങ്ങൾ തിരുവചനം വായിക്കാനും പഠിക്കാനും തുടങ്ങിയിട്ട് കുറേ നാളുകളായി. 10ാം ക്ലാസ്സിലും +2-ലും ഡിഗ്രിക്കും പഠിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പഠിച്ചു. ഈ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു ദൈവാനുഭവം നിങ്ങളൊന്ന് പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്കും എല്ലാ മാതാക്കൾക്കും വലിയൊരു അനുഗ്രഹമായിരിക്കും. ആരെങ്കിലും ഒരാൾ പങ്കുവയ്ക്കും. തിരുവചനം വായിക്കാൻ ആദ്യമേ ജീവിതത്തിൽ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴാണ് വായിക്കുമ്പോഴാണ്, അത് പഠിക്കുമ്പോഴാണ് കൂടുതൽ അനുഭവമായി വരുന്നത്. പിന്നെ ചെറുപ്പം തൊട്ടേ കുട്ടികൾക്ക് ബൈബിൾ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അവർ രാവിലെ പോകുമ്പോൾ ഒരു വചനമെങ്കിലും എടുത്ത് വായിച്ചിട്ട് പോകാനുള്ള ഒരു പരിശീലനം കൊടുത്തിരുന്നു. വെരി ഗുഡ്. അത് അവർക്ക് ജീവിതത്തിൽ പിന്നെ ഏത് ഘട്ടങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും ആ വചനം ഓർക്കുമെന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പം അതൊരു വലിയ അനുഭവമായിട്ട്. പിന്നെ ഇപ്പം വചനം പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അമ്മമാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഹനങ്ങളിലും എല്ലാം അതൊരു വലിയ മുതൽക്കൂടെ, അത് ബലമായി മാറുന്നു. പാദങ്ങൾക്ക് വിളക്കാകുന്നു, വഴികളിൽ പ്രകാശമാകുന്നു. അതെ, ഒരു നിരാശ തോന്നാതെ നമ്മൾ അതൊരു ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറുന്നുണ്ട്. നന്ദി. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം, ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കുക. ഇപ്പോൾ ഈ ക്വിസിന് തന്നെ ഞങ്ങളെ സെലക്റ്റഡ് ചെയ്തത് തന്നെ, ഇങ്ങനെ ഒരു ക്വിസ് പ്രോഗ്രാം വന്നത് തന്നെ ഒരു വലിയ ദൈവാനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ ബൈബിള് വായിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ ചെറിയ രീതിയിലൊക്കെ പ്രാർത്ഥിക്കുകയും ബൈബിള് വായിക്കുകയും ചെയ്തിരുന്ന ഞങ്ങൾ വളരെ ഡീപ്പായിട്ട് ബൈബിള് വായിക്കാനുള്ള ഒരു അവസരമായിട്ടുണ്ട് ഇത്. ഞങ്ങൾക്കത് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ലായിരുന്നു. പക്ഷേ ആദ്യത്തെ 2 റൗണ്ടുകൾ കഴിഞ്ഞ് ഇപ്പം 3ാം റൗണ്ടിലെത്തിയിരിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ വിജയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഈ ബൈബിള് വചനവുമായിട്ട് ഞങ്ങളൊരു മല്ലയുദ്ധം തന്നെ നടത്തി. അതെ അതെ, യാക്കോബ് നടത്തിയതുപോലെ. അതെ അതെ, ഞങ്ങളെ അനുഗ്രഹിക്കുക തന്നെ വേണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. വചനം നന്നായി പഠിച്ചു. വിജയിക്കുകയില്ലേ അത് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഇനിയും വചനം പഠിക്കാൻ ഞങ്ങളെ മുൻപോട്ടേക്ക് കൊണ്ടുപോകണം, എന്നാലേ ഞങ്ങൾ ഇനിയും പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തോടൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയും കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വചനം പഠിച്ചത്. ഞങ്ങൾ അതിൽ വിജയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ റൗണ്ടും ജയിച്ച് ഇനിയും പഠിക്കാനായിട്ട് അവസരം കിട്ടണം എന്നാണ് പറഞ്ഞു വരുന്നത്. കൊള്ളാം. അതോടൊപ്പം തന്നെ ഷാലോൺ ടെലിവിഷനും മാതൃവേദിയും ഒക്കെ ഇനിയും ഇതുപോലെയുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കും. കൊള്ളാം. ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിലേക്ക്
ഒരു ദൈവാനുഭവം പങ്കുവയ്ക്കുക. ഈ കാലഘട്ടത്തിലോ ഇതിനു മുമ്പുള്ളതോ ഏത് വേണമെങ്കിലും പങ്കുവയ്ക്കാം. ഏതായാലും താമരശ്ശേരി രൂപതയും ശാലോം ടെലിവിഷനും കൂടി ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയത്, പ്രത്യേകിച്ചും മഞ്ചേരി സെൻറ്റ് ജോസഫ് ചർച്ചിലെ മാതൃവേദി അംഗങ്ങളായ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷവും ഈ സ്ഥാപനത്തിനോടും പ്രത്യേക കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾ ആഴമായിട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനും അതുപോലെ തന്നെ ജീവിതമാകുന്ന വചനം പഠിച്ചിട്ട് വളരെയേറെ ആത്മീയമായ ഉണർവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത, വിളിച്ചു പറയുന്നതിന് മുൻപേ തന്നെ എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരാൻ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം, സഭയെ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സഭയെപ്പറ്റി കൂടുതൽ അറിയാനും ക്രിസ്തീയ വിജ്ഞാനമുത്ത് പഠിക്കാൻ ഇപ്പോൾ അവസരം കിട്ടിയത് മറ്റൊരു വലിയ ഗുണം തന്നെയാണ്. മാത്രമല്ല, ശാലോം പത്രത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ അറിവ്, മറ്റ് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് സഭയെപ്പറ്റിയുള്ള കൂടുതൽ അറിവ് കിട്ടാൻ ശാലോം പത്രവും ഉപകരിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് അനുഭവം എന്ന് പറയാൻ, ഞങ്ങൾക്ക് ഒന്നിച്ചു കൂടാനും കൂടുതൽ ബൈബിൾ പഠിക്കാനുള്ള അവസരമാണ് ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് പറയാനുള്ളത്. ദൈവത്തിന് നന്ദി പറയാം. തിരുവചനത്തിലൂടെ, പത്രങ്ങളിലൂടെ, സൺഡേ ശാലോമിലൂടെ, വിജ്ഞാനമുത്തുകളിലൂടെ ഒക്കെ സഭയെപ്പറ്റി, യേശുവിനെ പറ്റിയൊക്കെ അറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചു. പങ്കുവെച്ച അനുഭവങ്ങൾ പങ്കുവെച്ച 3 ടീമിലെയും അമ്മമാർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ചോദ്യത്തിലേക്ക്, കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ പറഞ്ഞതും കാര്യം തന്നെയാണ്, എങ്കിലും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കാം. ടീം മിഖായലിന്റെ അവസരമാണ്. ടീം മിഖായൽ ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോട് ചോദ്യം ചോദിക്കുക. ഓരോ ചോദ്യം വീതം ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഫലമേൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ലേഖനം കൂടി വേണമെങ്കിൽ. റോമാക്കാർക്കുള്ള ലേഖനം. യഹൂദരെ. ശരിയായ ഉത്തരമാണോ? അതെ, പറഞ്ഞോളൂ. ശരി ഉത്തരമാണ്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് 15 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ആൾ ചോദിക്കും. ഐനിയാസിനെ സുഖപ്പെടുത്തിയത് കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞത് എവിടെയുള്ള ജനങ്ങളാണ്? ശരിയായ ഉത്തരം പറയുക. ലിദിയായിലെയും സാറോണിലെയും ജനങ്ങൾ. ലിദിയായിലെയും സാറോണിലെയും ജനങ്ങൾ. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം 15 മാർക്കുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അതോടൊപ്പം ടീം മിഖായൽ 10 മാർക്കും കരസ്ഥമാക്കിയിരിക്കുന്നു. 2 പേർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത അവസരം ടീം റാഫേലിനാണ്. ടീം റാഫേൽ ചോദ്യം ചോദിക്കേണ്ടത് ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദ്യം ചോദിക്കുക. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു. ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും? ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്നും കൂടെ പറഞ്ഞേക്കാം. വെളിപാട് പുസ്തകത്തിൽ നിന്ന്. സമയം കഴിഞ്ഞിരിക്കുന്നു. ടീം ഗബ്രിയലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ ശരി ഉത്തരം ടീം റാഫേലിന് പറയാവുന്നതാണ്. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരുമാണ് ഇത് പറഞ്ഞത്. ആരോട് പറഞ്ഞത്? മലകളോടും പാറകളോടും. എപ്പോൾ? 6ാം മുദ്ര തുറന്നപ്പോൾ. യെസ്. അടുത്ത ചോദ്യം. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. എന്തു പറഞ്ഞതിന് ശേഷമാണ് അവൻ യാത്ര തുടർന്നത്? അവൻ ഇത് പറഞ്ഞതിന് ശേഷം, ശ്രദ്ധിക്കുക, അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. എന്ത് പറഞ്ഞതിന് ശേഷം? ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും.
ഉത്തരം തെറ്റാണ്. ശരി ഉത്തരം പറയും. 10 നാണയങ്ങളുടെ ഉപമ പറഞ്ഞതിന് ശേഷം. 10 നാണയങ്ങളുടെ ഉപമ പറഞ്ഞതിന് ശേഷമാണ്. ടീം റാഫേൽ 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. 2നും ഉത്തരം പറയുവാൻ ടീം ഗബ്രിയലിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ടീം റാഫേലിന് 20 പോയിന്റുകൾ ലഭിക്കുന്നു. അഭിനന്ദനം. ഇനി ടീം ഗബ്രിയലിന്റെ അവസരമാണ്. നിങ്ങൾ ചോദിക്കേണ്ടത് ടീം മിഖായലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ചോദിക്കുക. കോട്ടയം രൂപതയുടെ പ്രഥമ മെത്രാൻ ആര്? ആനിക്കുഴിക്കാട്ടിലാണ്. അല്ല. ഉത്തരം തെറ്റാണ്. ശരിയായ ഉത്തരം പറയുക. മാർ മാത്യു മാക്കിൽ. മാർ മാത്യു മാക്കിൽ. ഇസ്രയേൽ മക്കൾ ആരാധിക്കാനായി കൊണ്ടു നടന്ന ബിംബങ്ങൾ ഏതെല്ലാം? പുസ്തകം പറയണം. പുസ്തകം പറയാം. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. അധ്യായം കൂടി പറഞ്ഞു. 7-ാം അധ്യായം. മൊളോക്കിന്റെയും റാഫേൽ ദേവന്റെയും. കൃത്യം പറയുക. ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു. മൊളോക്കിന്റെ നക്ഷത്രവും റാഫേൽ ദേവന്റെ ബിംബവും. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയായ ഉത്തരം പറയാവുന്നതാണ്. മൊളോക്കിന്റെ കൂടാരവും റോംഫ ദേവന്റെ നക്ഷത്രവുമാണ്. യെസ്, അതാണ് ശരിയായ ഉത്തരം. മോളോക്കിന്റെ കൂടാരവും റോഫ ദേവന്റെ നക്ഷത്രവും. ടീം ഗബ്രിയലിന് 20 മാർക്കുകൾ ലഭിക്കുന്നു. കഠിനമായ ചോദ്യങ്ങൾ. ഒരു അല്പസമയം ക്വിസ് മാസ്റ്ററുടെ റോൾ കിട്ടിയപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിന്റെ പകുതി കാഠിന്യമുള്ള ചോദ്യം പോലും ഇവിടെ ക്വിസ് മാസ്റ്റർ ചോദിക്കുന്നില്ല. യെസ്, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ചോദ്യത്തിന്റെ കാഠിന്യം എത്രമാത്രം കൂടുമായിരുന്നു എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സപ്പോർട്ടേഴ്സ് റൗണ്ട് വളരെ മനോഹരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. പോയിന്റുകൾ ടീമുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ പോയിന്റുകൾ. 4 റൗണ്ടുകൾ കൂടി ഇപ്പോൾ എത്ര പോയിന്റുകളാണ് ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്നത് എന്നത് അറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അടുത്ത റൗണ്ട് മെഗാ ബോണസ് റൗണ്ടാണ്. മെഗാ ബോണസ് റൗണ്ടിൽ പോയിന്റുകൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. സ്വന്തം പോയിന്റും എതിർ ടീമിന്റെ പോയിന്റുകളും. ജോസ്മി. ടീം മിഖായേൽ 80 പോയിന്റ്സ്. ടീം റാഫേൽ 115 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 93 പോയിന്റ്സ്. മെഗാ ബോണസ് റൗണ്ടിലേക്ക് 3 ടീമുകൾ കരുതിയിരിക്കുക. കാരണം താഴെ നിൽക്കുന്ന ടീം മുകളിലേക്ക് പോകാനും മുകളിൽ നിൽക്കുന്ന ടീം താഴേക്ക് പോകാനും ഈ റൗണ്ട് കാരണമാകും. പലരുടെയും വീഴ്ചയ്ക്കും പലരുടെയും ഉയർച്ചയ്ക്കും കാരണമാകുന്ന ഒരു റൗണ്ട് കൂടിയാണ് ഈ മെഗാ ബോണസ് റൗണ്ട്. മൂന്ന് ചോദ്യങ്ങൾ. ആദ്യ ചോദ്യത്തിന് 10 മാർക്ക്, രണ്ടാമത്തതിന് 15, മൂന്നാമത്തതിന് 25. ആകെ 50 മാർക്കുകൾ ടീമുകൾക്ക് സമ്പാദിക്കാം. ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യമെന്ന് മുൻകൂട്ടി പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. തെറ്റായ ഉത്തരം പറഞ്ഞാൽ തത്തുല്യമായ പോയിന്റുകൾ നിങ്ങൾക്ക് മൈനസ് ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയില്ലാത്ത മേഖലയിൽ നിന്നാണ് ചോദ്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ വിജയത്തിന് സ്വരുക്കൂട്ട് നിങ്ങളുടെ വിജയം ക്രമീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അത്രമാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ആദ്യ ചോദ്യം ടീം റാഫേലിനോടാണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. നിങ്ങളോട് ചോദിക്കുന്നത് പൊതുവിജ്ഞാനത്തിൽ നിന്നാണ്. സൺഡേ ഷാലോമിലൂടെ നിങ്ങൾ ശേഖരിച്ച പൊതുവിജ്ഞാനത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. വിജ്ഞാന മുത്തുകളല്ല, പൊതുവിജ്ഞാനം. യെസ്, നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു അതോ ക്വിറ്റ് ചെയ്യും? പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കും. ആദ്യ ചോദ്യം. ആർച്ച് ബിഷപ്പും പണ്ഡിതനും എഴുത്തുകാരനും
ഒക്കെ ആയിരുന്ന ഒരു അമേരിക്കക്കാരൻ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക്, വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിട്ടില്ല, ഗണത്തിലേക്ക് പോവുകയാണ്. അതിനുള്ള തീരുമാനങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആരാണ് ഈ ധന്യൻ? ആർച്ച് ബിഷപ്പായിരുന്നു, മരിച്ചുപോയി. പണ്ഡിതനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, TV-യിൽ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ധാരാളം അമേരിക്കക്കാര് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരുന്നു. ഇനി കുളമില്ല. യെസ്, പറയാവുന്നതാണ്. ജെയിംസ് മില്ലർ. ഉത്തരം തെറ്റിപ്പോയി. തെറ്റായ ഉത്തരം. ആ മഹാൻ ഫുൾട്ടൺ ജെ ഷീനാണ്. 10 മാർക്കുകൾ ടീം റാഫേലിന് നഷ്ടമാകുന്നു. ടീം റാഫേലിന് നിലവിൽ ലഭിച്ചിട്ടുള്ള പോയിന്റുകളിൽ നിന്ന് 10 മാർക്കുകൾ നഷ്ടമാകും. രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയലിനോടാണ്. നിങ്ങളോടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് സൺഡേ ശാലോമിലൂടെ നിങ്ങൾ ശേഖരിച്ചിട്ടുള്ള പൊതുവിജ്ഞാനത്തിൽ നിന്നാണ്. എന്താണ് നിങ്ങളുടെ തീരുമാനം? പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കും. ചോദ്യം: പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് ഇന്ന് ലോകം മുഴുവൻ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ക്വിസ് മത്സരമായി മാറിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ വളരെ നേരത്തെ ആരംഭിച്ച ഒരു ക്വിസ് മത്സരമാണ്. അനവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു ക്വിസ് മത്സരമാണ്. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ളൊരു മത്സരമാണ് ലോഗോസ് ബൈബിൾ ക്വിസ്. 2019 ലോഗോസ് ക്വിസിൽ പ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു 11 വയസ്സുകാരി മിടുക്കിയാണ്. അവളുടെ പേര് എന്ത്? മെറ്റിൽഡ ജോൺസൺ. ഉത്തരം ശരിയാണ്, ശരിയായ ഉത്തരമാണ്. 10 മാർക്കുകൾ ടീം ഗബ്രിയലിന് ലഭിക്കുന്നു. 10 മാർക്കുകൾ ലഭിക്കുന്നു. ടീം ഗബ്രിയൽ, ഇനി രണ്ടാമത്തെ ചോദ്യമാണ്, 15 മാർക്കിന്റെ ചോദ്യം. എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? നിങ്ങൾ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. യെസ്, നിങ്ങളുടെ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും അതാണ് ക്വിസ് മാസ്റ്റർ അനുസരിക്കേണ്ടത്. ടീം ഗബ്രിയൽ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർക്ക് ഈ റൗണ്ടിൽ 10 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ടീം മിഖായലിനാണ് അടുത്ത ചോദ്യം. ടീം മിഖായൽ, മെഗാ ബോണസ് റൗണ്ടാണ്. അത് ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന അവസാനത്തെ ചാൻസ് ആണ്. നിങ്ങളോട് ചോദിക്കുന്നത് വിജ്ഞാനമുത്തുകൾ തന്നെയാണ്. പൊതുവിജ്ഞാനത്തിൽ നിന്നല്ല, വിജ്ഞാനമുത്തുകൾ. എന്താണ് നിങ്ങളുടെ തീരുമാനം? നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു, പ്രൊസീഡ് ചെയ്യുന്നു? എങ്കിൽ ഒന്നാമത്തെ ചോദ്യം: സഭയുടെ 5 മുറിവുകൾ പരിഹരിക്കാനായി വിളിച്ചുകൂട്ടിയ കൗൺസിൽ ഏത്? സഭയുടെ 5 മുറിവുകൾ പരിഹരിക്കാനായി വിളിച്ചുകൂട്ടിയ കൗൺസിൽ ഏത്? ഒന്നാം വത്തിക്കാൻ കൗൺസിൽ എന്ന ഉത്തരം തെറ്റാണ്. നിങ്ങൾക്ക് 10 മാർക്കുകൾ നഷ്ടമാകും. ആ കൗൺസിൽ ഒന്നാം ലിയോൺസ് കൗൺസിലാണ്. 5 മുറിവുകൾ പരിഹരിക്കാനായി വിളിച്ചുകൂട്ടിയ കൗൺസിൽ. ടീം മിഖായലിന് 10 പോയിന്റുകൾ നഷ്ടമാകുന്നു. അതോടൊപ്പം തന്നെ അടുത്ത ചോദ്യങ്ങൾ ലഭിക്കാനുള്ള അവസരവും നഷ്ടമാകുന്നു. മെഗാ ബോണസ് റൗണ്ട് പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡിലെ ക്യൂസ് മത്സരവും പൂർണ്ണമാവുകയാണ്. ഇനി നമുക്കറിയേണ്ടത് ഏതൊക്കെ ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് എന്നാണ്. ജോസ്മി, വചനം മഴയായി പ്രേക്ഷകരിലേക്ക് പെയ്തിറങ്ങുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 105 പോയിന്റുമായി ടീം റാഫേൽ.
103 പോയിന്റുമായി ടീം ഗബ്രിയേലാണ് രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ടീം മിഖായേലിന് ലഭിച്ചിരിക്കുന്നത് 70 പോയിന്റ്സ്. പന്തല്ലൂർ എടവകയിൽ നിന്നുള്ള ടീം റാഫേൽ ഈ മത്സരത്തിൽ 105 പോയിന്റുകളോടെ ഒന്നാം സ്ഥാനവും, മഞ്ചേരി എടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേൽ രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്കുള്ള സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. രണ്ട് ടീമുകളെയും അഭിനന്ദിക്കുന്നു. ടീം മിഖായേൽ മരഞ്ചാട്ടി ഇടവകയെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന ടീം മിഖായേൽ, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. അവസാനത്തെ റൗണ്ട് വരെ നിങ്ങൾ ഒപ്പത്തിനൊപ്പം തന്നെയായിരുന്നു. പക്ഷേ ക്വിസ് മത്സരത്തിൽ തീർച്ചയായിട്ടും ജയപരാജയങ്ങളുണ്ട്. അതെല്ലാം മത്സരത്തിന്റെ ഭാഗം തന്നെയാണ്. തൊട്ടു മുമ്പ് ആരോ സൂചിപ്പിച്ചതുപോലെ ഈ മത്സരത്തിൽ പങ്കെടുക്കുക, വചനം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിലൂടെ ഏറ്റവും വലിയ സമ്മാനം. തീർച്ചയായിട്ടും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് സന്തോഷകരമാണ്. റൗണ്ടിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത് ദുഃഖകരമായ കാര്യം കൂടിയാണ്. ഞാനും അത് മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടിയും അത് ഈ മത്സരത്തിന്റെ അനിവാര്യമായ ഘടകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയേ സാധിക്കൂ. ടീം മിഖായേലിനെയും സപ്പോർട്ടിംഗ് ടീമിനെയും മരഞ്ചാട്ടി ഇടവക മാതൃസംഘത്തെയും എല്ലാം എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ, ടീം അംഗങ്ങളുടെ പേരിൽ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. ടീം മിഖായേൽ അംഗങ്ങൾക്ക് ഷാലോം ടെലിവിഷൻ നൽകുന്ന സമ്മാനമുണ്ട്. അത് ഏറ്റുവാങ്ങുവാൻ നിങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്, താമരശ്ശേരി രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ക്വിസ്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഷാലോം ടെലിവിഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റും നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകവും സമ്മാനമായി നൽകുന്നു. ടീം മിഖായേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനും ടീം അംഗങ്ങൾക്കും നൽകുകയാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കും. വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. വചനം മഴയായി പെയ്തിറങ്ങുന്നു. ഹൃദയ വയലുകളിൽ അത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്നു. എല്ലാ വിത്തുകളും നല്ല നിലത്ത് വീഴട്ടെ. ലോകത്തിന്റെ അതിർത്തികൾ വരെയും വചനം വളർന്ന് ഫലം ചൂടട്ടെ. പ്രാർത്ഥിക്കാം, ആശംസിക്കാം. മാതൃസംഘ അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും വരുന്നയാഴ്ച മാതാക്കളുടെ പുതിയ മത്സരത്തിൽ, പുതിയ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ.